എല്ലാം വളരെ വിചിത്രമായിട്ടാ തോന്നുന്നത്. കൺമുമ്പിലെ സത്യങ്ങളെപ്പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യമാണ്. എനിക്കും ആദ്യം എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല മാഡം വരുന്നതുവരെ. എന്നിട്ടും ചെറിയൊരാശങ്കയുണ്ടായിരുന്നു. ഒരുപക്ഷെ രൂപസാദൃശ്യം എന്നിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചതാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു. യാദൃച്ഛികമായിട്ടാണെങ്കിലും സിസ്റ്റർ ഇവിടേക്ക് വരാനും മരിച്ചു എന്ന് ഈ ലോകം മുഴുവൻ വിശ്വസിക്കുന്ന രേണുകയെ കണ്ടെത്താനും അതിന് മദർ വിമല ഒരു നിമിത്തമാകാനും എല്ലാം ഒരു നിയോഗം പോലെ തോന്നുന്നു, അല്ലേ സിസ്റ്റർ? ശരിയാണ്, ഇതൊരു നിയോഗം തന്നെയാണ്. കർത്താവിൻ്റെ നിയോഗം. ചരടുവലികളെല്ലാം അവൻ്റെ കൈകളിലൂടെ മാത്രമല്ലേ നിയന്ത്രിക്കപ്പെടുന്നത്? ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് ആ ടീച്ചറെക്കുറിച്ച്, രേണുകയുടെ അമ്മയെക്കുറിച്ച്. പാവം, കാലങ്ങളോളം മകൾ വരുമെന്നും പറഞ്ഞ് കാത്തിരുന്നിട്ട് ഒടുവിൽ ആ മകൾ മരിച്ചു എന്ന് വിശ്വസിച്ച് അവളുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി ബലികർമ്മങ്ങളും നടത്തിയിട്ട് ഒടുവിൽ സ്വന്തം മനഃശാന്തി തേടി എങ്ങോട്ടെന്നറിയാതെ പോയിരിക്കുന്നു. തൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നുവെന്ന് ആ അമ്മ ഇപ്പോഴറിഞ്ഞിരുന്നെങ്കിൽ ആ മനസ്സ് എത്രമാത്രം സന്തോഷിക്കുമായിരുന്നു. വിധി എത്ര ക്രൂരമായിട്ടാണ് പാവൻ ടീച്ചറിനോട് പെരുമാറുന്നത്. ഇല്ലെങ്കിൽ ഒരല്പം കൂടി മുമ്പ് സിസ്റ്റർ രേണുകയെ കാണുമായിരുന്നില്ലേ? അതും അല്ലെങ്കിൽ ലക്ഷ്യമില്ലാത്തൊരു തീർത്ഥയാത്രയെക്കുറിച്ച് ടീച്ചർ എന്തിനിങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തു? ടീച്ചർ എങ്ങോട്ടാ പോയതെന്ന് ഒരു രൂപമില്ല സിസ്റ്റർ. പലയിടത്തും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, പോലീസും അന്വേഷിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാമെന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? രാധികയുടെ മരണം കൂടിയായപ്പോൾ ടീച്ചർ ആകെ തകരുകയായിരുന്നു. ടീച്ചറുടെ സ്ഥാനത്ത് വേറെ ഏതൊരു അമ്മയാണെങ്കിലും ഒടുവിൽ ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കൂ. ഒരുപക്ഷെ അവർ ഹൃദയം പൊട്ടി മരിക്കാതിരുന്നത് തന്നെ ദൈവകൃപയല്ലാതെ മറ്റെന്താണ്? ശരിയാണ്. രേണുകയെ ടീച്ചർക്ക് എന്നെങ്കിലും കാണാൻ കഴിയുമെന്ന് തന്നെയാ എൻ്റെ വിശ്വാസം. യാദൃച്ഛിക സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇല്ലെങ്കിൽ അന്നൊരിക്കൽ ആത്മഹത്യ ചെയ്യാനായി ഇറങ്ങി പുറപ്പെട്ട ടീച്ചർ അത്ഭുതകരമായി അവിടെ നിന്നും രക്ഷപ്പെടില്ലായിരുന്നല്ലോ, സിസ്റ്ററിന്റെ കൺമുമ്പിൽ എത്തില്ലായിരുന്നല്ലോ. ഇന്നിപ്പോ സിസ്റ്റർ തന്നെ ടീച്ചറുടെ മകളെ കണ്ടെത്തുകയും ചെയ്തില്ലേ? എന്തെങ്കിലുമൊക്കെ മുന്നിൽ കാണാതെ ദൈവം ഒന്നും ചെയ്യില്ലല്ലോ. ശരിയാ. കുറച്ചൊന്ന് വൈകിയിരുന്നെങ്കിൽ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം കൂടി നഷ്ടപ്പെടുമായിരുന്നു. ഗിരിയുടെ രേണുകയുടെ കാര്യത്തിൽ ഇനിയും നിഗൂഢതകൾ ബാക്കിയാണല്ലോ സിസ്റ്റർ. സിസ്റ്ററും ക്ലാരയൊക്കെ പറഞ്ഞിരുന്നത് ഒരു പ്രൊഫഷണൽ കില്ലറെ കുറിച്ചായിരുന്നല്ലോ. അതിനിടയിൽ ഗിരിയുടെ ഇടപെടൽ എങ്ങനെയുണ്ടായിന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കും അത് മനസ്സിലാവുന്നില്ല. രേണുകയെ ഫോളോ ചെയ്തിരുന്നതും കാറിടിച്ചിട്ടതുമെല്ലാം അവൻ തന്നെയായിരുന്നു, ക്രിസ്റ്റി എന്ന വാടക കൊലയാളി. പിന്നെ ഗിരി കോടതിയിൽ പറഞ്ഞതുപോലെ ശ്യാമപ്രസാദും രേണുകയും തമ്മിലുണ്ടായിരുന്ന പൂർവ്വകാല ബന്ധത്തിന്റെ പേരിൽ ഗിരി അയാളെ വാടകയ്ക്കെടുത്തതാകാനും മതിയല്ലോ. കോടതിയിൽ ക്രിസ്റ്റിയുടെ കാര്യം ഗിരി ബോധപൂർവ്വം മറച്ചുവെച്ചതാകാനും മതി. കടപ്പുറത്ത് വന്നടിഞ്ഞ രേണുകയുടെ ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്തത് സിസ്റ്റർ ആയിരുന്നില്ലേ? സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് രേണുകയുടെ ഡെഡ് ബോഡി ആയിരുന്നുവെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വന്നു എന്നതാണ് സത്യം. അല്ലാതെ യാതൊരു ഉറപ്പുമില്ലായിരുന്നു. കാരണം ആ ഡെഡ് ബോഡി തിരിച്ചറിയാനാകാത്ത വിധം വികൃതമായിരുന്നു. സിസ്റ്ററും ക്ലാരയും രേണുകയെ കാണുമ്പോൾ രേണുക ഗർഭിണിയായിരുന്നില്ലേ? ഇവിടെ നിന്നും കിട്ടിയ മെഡിക്കൽ റിപ്പോർട്ടിൽ രേണുക പ്രസവിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ആ കുഞ്ഞിനെന്ത് സംഭവിച്ചിരിക്കും? മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന രേണുക ജീവിച്ചിരിക്കുന്നു. ആ സ്ഥിതിക്ക് അവൾ പ്രസവിച്ച കുഞ്ഞും ഒരുപക്ഷെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവില്ലേ സിസ്റ്റർ? അല്ലെങ്കിൽ മാനസിക നില തകരാറിലായ രേണുകയുടെ കയ്യിൽ നിന്നും ഒരുപക്ഷെ
ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയേക്കാം. ചിലപ്പോ എന്നേക്കുമായി തന്നെ, അല്ലേ സിസ്റ്റർ? ആ കുട്ടിയുടെ ബന്ധുക്കളും മറ്റും ഇപ്പോൾ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ഇത്ര തിരക്കിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ ചികിത്സ തന്നെ തുടരുകയാകാമല്ലോ. മദറിന്റെ വാക്കുകൾ നിരസിക്കുകയാണെന്ന് കരുതരുത്. ഞാൻ പറഞ്ഞല്ലോ, താലോലത്തിൽ നിന്നാണ് രേണുകയെ കാണാതായത്. അതുകൊണ്ട് തന്നെ രേണുകയുടെ മേലുള്ള എന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും മദറിന് ഊഹിക്കാമല്ലോ. അത് ശരിയാണ്. എന്നാലും ആ കുട്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് ഒരു ദീർഘയാത്രയുടെ റിസ്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മദർ ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ട, ഞാനും ഉണ്ടല്ലോ കൂടെ. രേണുകയെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കേണ്ട മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. രേണുകയെ കൊന്ന കുറ്റത്തിന് ഒരാൾ ശിക്ഷ കിട്ടി കഴിയുകയല്ലേ അവിടെ. കേസിന്റെ ഗതിമാറ്റത്തിനും രേണുകയുടെ തിരിച്ചു ചെല്ലൊരു ആവശ്യമാണല്ലോ. പോലീസിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ തന്നെയാണ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. എങ്കിലും കൂടുതൽ ശ്രദ്ധ ഉണ്ടാവണം. കാരണം കൊല ചെയ്യപ്പെട്ടു എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നൊരു പെൺകുട്ടിയാണ് തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അത്ര സുരക്ഷിതയല്ലെന്നും വന്നേക്കാം. ദുരൂഹതകൾ പലതും ഇനിയും ബാക്കിയുണ്ടല്ലോ. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം മദർ. മദർ, ഗാഡി റെഡിയായിതേ. 5 മണിക്കാണ് ട്രെയിൻ എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് പോകാൻ റെഡിയാവണ്ടേ? 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ എത്തിയേക്കാം. ശരി മദർ. ശരി മദർ. മോളെ, നമ്മള് നാട്ടിലേക്ക് പോവാ. രേണുക, മോക്ക് അമ്മയെ കാണണ്ടേ? കൂട്ടുകാരെയൊക്കെ കാണണ്ടേ? വാ, വന്ന് വണ്ടിയെ കയറ്. എന്താ മോളെ? മരുന്ന് കൊടുക്കാനാണെന്ന് വിചാരിച്ചിട്ടാ. മോള് നാട്ടിലേക്കാ പോകുന്നത്, അമ്മയല്ലേ പറയുന്നത്? ചെല്ല്, പോയി വണ്ടി കയറ്. നല്ല കുട്ടിയല്ലേ, നല്ല മോളല്ലേ. വാ വാ. ഞാൻ വണ്ടിയിലേക്ക് ഇരുത്താം. വരട്ടെ മദർ. പോയിട്ട് വരാം. മോളെ വാ. എപ്പോഴാ നിന്റെ മടക്കം? മറ്റന്നാൾ. റീനാമ്മ ചെന്നാൽ ഉടൻ വിളിക്കണം. കാണാം. പോയിട്ട് വരാം. വരട്ടെ. പോകാം.
രേണുമാഷക്ക, ദേ രേണു ചേച്ചി വന്നു. വാച്ച്മാൻ എവിടെ? ചിലപ്പോഴെന്നെ ഭക്ഷണം കഴിക്കുക. രേണികയുടെ ബാഗുണ്ട് വണ്ടിയിൽ, നീ എടുത്തു. ആ ശരി. വാ. വാ. വാ മോളെ. വാ. രേണുകയ്ക്ക് ഓർമ്മയുണ്ടോ ഈ സ്ഥലമൊക്കെ? ഇത് രേണുക താമസിച്ചിരുന്ന മുറിയാ. രേണുകയ്ക്കെല്ലാം ഓർമ്മയുണ്ട് അല്ലേ രേണുക? ആ, രേണുകയ്ക്ക് നല്ല യാത്രാക്ഷീണം കാണും. കുറച്ചു നേരം കിടക്കട്ടെ മീനാക്ഷി.